ഹായ്, SP അരുളല്ലോ. ഞാൻ രാവിലെ നിങ്ങളൊരു കാഴ്ച കാണിക്കുന്നു. എന്താണ് സംഘികളുടെ ഒരു കാഴ്ചയുടെ പ്രത്യേകതയും ഒപ്പം തന്നെ നമ്മളൊരു വിഷയത്തിലെ കാണുന്ന ഒരു കാഴ്ചയും തമ്മിലുള്ള വ്യത്യാസം, അതായത് പുരോഗമന കാഴ്ചപ്പാടുള്ളവർ ഒരു വിഷയം കാണുന്നു. അതായത് കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതുമായി റിലേറ്റ് ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വേറൊരു വീഡിയോ കൂടി പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് രാവിലെ നിങ്ങൾക്ക് അതിനൊരു ഉദാഹരണം. അതായത് കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിരുന്ന ഒരു വീഡിയോ, അതായത് ഇതുപോലെ ഒരു സാന്താക്ലോസിന്റെ കണ്ടല്ലോ, രണ്ട് കുട്ടികൾ സാന്താക്ലോസിന്റെ ആ മുഖം മൂടി ഇവിടെ ഇട്ട് വിൽക്കുകയാണ് നമ്മുടെ കേരളത്തിന്റെ തെരുവിൽ. ഇതിനെ സംബന്ധിച്ച് ഈ കുട്ടികളെ അന്നത്തെ ദിവസം തന്നെ ദൃശ്യം കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും ഉണ്ട്, രണ്ടുപേരും കുരുന്നുകളാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പഠിക്കാൻ പോകുന്ന പ്രായത്തിലുള്ള കുട്ടികളാണ്. കണ്ടോ, ഞാനിപ്പോൾ ഈ ദൃശ്യം വീണ്ടും കാണിക്കാനുള്ള കാര്യം, കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഇതുമായി റിലേറ്റ് ചെയ്ത് സെയിം ഒരു വിവാദം അരങ്ങേറുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ല? അതായത് അതാണ് തുടക്കത്തിലെ പറഞ്ഞത്, ഒരു വിഷയം കാണുമ്പോൾ സംഘിയുടെ കാഴ്ചയും പുരോഗമന കാഴ്ചപ്പാടുള്ള മനുഷ്യരുടെ കാഴ്ചയും എങ്ങനെയാകണം എന്നുള്ളതാണ്. ഇതുപോലെ സാന്താക്ലോസ് ഒഡീഷയിലിട്ട് വിൽക്കുന്നിടത്തേക്ക് ചെല്ലുന്നു. അവിടെ ഇറങ്ങിയിട്ട് ഇത് ഹിന്ദു രാജ്യമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവരെ അവിടെ നിന്ന് ആട്ടി ഓടിക്കുന്ന രംഗം, ഇത് രാമരാജ്യമാണെന്ന് പറയുന്ന ആ രംഗം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അപ്പോൾ ആ ദൃശ്യം ആദ്യം ഒന്ന് കണ്ടു. राजस्थान इधर दिखा। अरे इधर ये हिंदू राष्ट्र है, इधर क्रिश्चियन का चलेगा नहीं। उठा ले बड़दांडे आसिकी डिसेंबर बिकी पारि में कलेक्टर पाक ना लोकाल आई दियो एमाने बसी पारे। तुम्हें आम बड़दांडे जगन्नाथ देश आसिकी ये कौन बिकुच जगन्नाथ देश आसिकी कौन क्रिश्चियन बिकिलोनी കണ്ടില്ലേ? ഞാനും ഈ കാഴ്ച കണ്ടു, ഒരു സംഘിയും ആ കാഴ്ച കണ്ടു. സംഘിയുടെ കാഴ്ചയിൽ ഉടനടി ആ ഇരിക്കുന്ന സാന്താക്ലോസിന്റെ രൂപത്തിന്റെ മതം പോവുകയാണ്. അത് വിൽക്കുന്ന മനുഷ്യരുടെ മതം തിരിയുകയാണ്. ഇതാണ് ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ അപകടം. അതായത് നമ്മുടെ നാട്ടിലെ, കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തെരുവോരങ്ങളിൽ നമ്മൾ ഇത് കാണുമ്പോൾ പെട്ടെന്ന് ക്രിസ്തുമസ് ആയി എന്നതിനെ കുറിച്ചാണ് നമുക്ക് ഓർമ്മ വരുന്നത്. നമ്മൾ വീണ്ടും ഒരു അടുത്ത ആഘോഷത്തിന്റെ മൂഡിലേക്ക് പോവുകയാണ്. ഇവിടെ അതിന്റെ വിപണി സാധ്യത കൊണ്ടാണ് രാജസ്ഥാനിലുള്ളവർ ഇത് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അതിലെ കുട്ടികളുടെ അവസ്ഥയാണ്, അതായത് നമ്മുടെ നാട്ടിലെ നമ്മുടെ വീട്ടിലെ കുട്ടികൾ. അന്ന് ഞാൻ ചെയ്ത വീഡിയോയിൽ ഒരു രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് ഒരു കുട്ടിയെ തെരുവിൽ ജോലിക്ക് ഏൽപ്പിച്ചിട്ട് അമ്മ പോയിരിക്കുകയാണ്. ഇപ്പോഴും അവരോട് രക്ഷിതാക്കളൊന്നുമില്ല, അവരാണ് ഇത് കച്ചവടം നടത്തുന്നത്. അപ്പോൾ ആലോചിക്കുക, അന്നത്തെ എൻ്റെ കാഴ്ചയിൽ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്തത്, ഇത് ഒരു രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇന്ത്യ ഭയങ്കര വിളങ്ങുന്നു തിളങ്ങുന്നു എന്നൊക്കെ പറയുന്നിടത്ത് ഈ രാജ്യത്തിൻ്റെ മറ്റുള്ള ഇടങ്ങളിലെ കുട്ടികൾ വിദ്യാഭ്യാസം, അതായത് പ്രാഥമിക വിദ്യാഭ്യാസം പോലും നേടാതെ ഇങ്ങനെ കച്ചവടത്തിലേക്കൊക്കെ കൊണ്ടുപോകേണ്ട ഗതികേടിലാണ് രക്ഷിതാക്കൾ എന്നുള്ള യാഥാർത്ഥ്യമാണ് അന്ന് ഞാൻ ഈ വിഷയം കണ്ടപ്പോൾ ചർച്ച ചെയ്തത്. പക്ഷേ അതുമായി റിലേറ്റ് ചെയ്ത് സംഘികൾ ഈ വിഷയം തെരുവോരങ്ങളിൽ കാണുമ്പോൾ എങ്ങനെയാണ് അവരുടെ ചിന്ത പോകുന്നു എന്നതിൻ്റെ തെളിവാണ് നിങ്ങൾ ആ ഒഡീഷയിൽ നിന്ന് കണ്ട ദൃശ്യമെന്ന് പറയുന്നത്. ആ ദൃശ്യത്തിൽ നിന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, കാഴ്ചപ്പാടുകൾ അജഗജാന്തരമാണ്. രാമരാജ്യത്തിന് വേണ്ടി പോരാടുന്നവർക്ക് എന്തിനും മതം തിരയാനേ സമയമുള്ളൂ. അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന മനുഷ്യരുടെ ഇന്നത്തെ അവസ്ഥ, അവർ എന്തുകൊണ്ട് ജീവിതത്തിൽ ഇങ്ങനെ ആയിപ്പോകുന്നു, അവരുടെ ജീവിതം കരുപിടിപ്പിക്കാൻ എന്തുകൊണ്ട് അവർ വിശ്വസിക്കുന്ന ഭരണാധികാരികൾക്ക് കഴിയുന്നില്ല എന്ന ചോദ്യങ്ങൾ മുന്നിൽ വെക്കാതെ അവരെ ആട്ടി ഓടിക്കുന്നത്, ഈ മതസ്ഥാപനങ്ങൾ ഈ നാട്ടിൽ പാടില്ല, അതുപോലും വിറ്റ് നിങ്ങൾ ഉപജീവന മാർഗം പുലർത്താൻ പാടില്ല എന്ന് രാമന്റെ ആൾക്കാർ കൽപ്പിക്കുന്ന ആ കാഴ്ച കാണുമ്പോൾ നമ്മൾ ഭീതിപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ആലോചിക്കുക. ഇങ്ങനെ ഒരു കാഴ്ച കാണുമ്പോൾ എന്നെ അലോസരപ്പെടുത്തിയില്ല. എൻ്റെ ഉള്ളിലൊരു വേദനയായത് ആ കുട്ടികൾ മാത്രമാണ്. അപ്പോൾ ഏത് കാഴ്ചപ്പാടാണ് നമ്മുടെ നാട്ടിൽ വളർത്തേണ്ടത്? നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ദിവസം മുന്നേ പോയി നോക്കാവുന്നതാണ്. പക്ഷെ അന്ന് അറിയുന്നില്ല, ഇങ്ങനെ മറ്റൊരിടത്ത് ഈ സാന്താക്ലോസിന്റെ ഇത് ഈ ക്രിസ്മസ് കാലത്ത് ഒഡീഷയിൽ വിൽക്കുന്ന സന്ദർഭത്തിൽ കാറിൽ വന്നിറങ്ങി വീഡിയോ എടുത്തുകൊണ്ട് അവരെ ആട്ടി ഓടിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു മനുഷ്യരും അത് ചെയ്യുന്നില്ല. ഇവിടെ എന്തുകൊണ്ടാണ് ഇടത് ആശയം കൂടുതൽ വിപുലപ്പെടേണ്ടതുണ്ട്, അല്ലെങ്കിൽ ആ ആശയത്തിന്റെ ഗുണം എന്താണെന്ന് ജനം മനസ്സിലാക്കുന്ന ഇതേ സന്ദർഭത്തിലാണ്. ആ മനുഷ്യർ ഇവിടങ്ങളിൽ ഒരിടത്തും ചോദ്യം ചെയ്യപ്പെടുന്നില്ല. പക്ഷെ നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, പാലക്കാട് സ്വാധീനമുള്ള ഇടത്തിലാണ് രാംനാരായണൻ എന്ന വ്യക്തിയെ ബംഗാളി എന്ന് പറഞ്ഞ് സംഘികൾ ചവിട്ടിക്കൊന്നതും നമ്മുടെ നാട്ടിലാണ്. ആ മനുഷ്യന്റെ വാരിയലുകൾ ചവിട്ടി ഓടിക്കുമ്പോൾ അവന്റെ ജാതിയും മതവും മാത്രമായിരുന്നു അവന്റെ പ്രശ്നം. ഇവിടെയും, അല്ലെങ്കിൽ നേരത്തെ നിങ്ങൾ കണ്ട ദൃശ്യത്തിൽ ഇത് കാണുമ്പോൾ അതിലെ ജാതിയും മതവും തിരയുന്ന മനുഷ്യർ ഈ നാട്ടിലെ സമാധാനമായി ജീവിക്കുന്ന
ഇത് എല്ലാ മതങ്ങളും ഒരുപോലെ സൗഹാർദ്ദത്തിൽ കഴിയുന്ന ഒരു നാട്ടിൽ വലിയ അപകടകരമാണെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലെ ഈ കാഴ്ചകൾ കാണുമ്പോൾ അതിൻ്റെ പിന്നിലെ മനുഷ്യരെക്കുറിച്ച് ചിന്തിക്കാനും അങ്ങനെ വേണം മനുഷ്യരെക്കുറിച്ച് ആലോചിക്കാൻ നമ്മൾ തലമുറകളെ പഠിപ്പിക്കുന്നു എന്നതിനപ്പുറം വെറുപ്പിന്റെ രാഷ്ട്രീയം പഠിപ്പിക്കുന്നവർ എല്ലാത്തിലും കാണുമ്പോൾ വെറുപ്പ് മാത്രം തോന്നുന്നുണ്ടെങ്കിൽ, അതിനോട് അവർക്ക് അസഹിഷ്ണുത തോന്നുന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രീയം അപകടമാണ്. തിരിച്ചറിയേണ്ടതുണ്ട്. വൈകിട്ടില്ല, നമ്മൾ ഉണരേണ്ടതുണ്ട്. ആ ഒരു രാഷ്ട്രീയത്തെ നമ്മുടെ നാട്ടിൽ നിന്ന് പതിയെ പതിയെ തുടച്ചു നീക്കാനായിട്ട് ഓരോ മനുഷ്യരും ഓരോ ഉദാഹരണങ്ങൾ കാണുമ്പോൾ തിരിച്ചറിവോടുകൂടി തയ്യാറാകണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറഞ്ഞു വയ്ക്കാനുള്ളത്.